മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. ആ ലോസ് ഓഫ് മോഷനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ പ്രോബ്ലങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം നമുക്കൊരു ഇക്വേഷൻ ഒക്കെ പഠിക്കാണ്. അത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F=ma എന്നാണ്. നമ്മൾ ഇക്വേഷൻ ആണ് F=ma എന്ന് കോർത്ത് വയ്ക്കാം. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് എന്താണ് F=ma ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം വരും. ചില സമയത്ത് നമുക്ക് F=m×v−u/t ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം വരും. അപ്പൊ ഏതൊക്കെ രീതിയിൽ പ്രോബ്ലം വന്നാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ മാക്സിമം എല്ലാവരും കൂടി ശ്രദ്ധിച്ചോളൂ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ 3 ചോദ്യം നിങ്ങൾ ഈസി ആയിട്ട് പഠിക്കാൻ പോവാണ്. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കാൻ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ. മക്കളാർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഒരു തവണ വായിക്കുക. പോസ് അടിച്ചിട്ട് ക്വസ്റ്റ്യൻ ഒരു തവണ വായിക്കുക. വായിച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കുക. എന്നിട്ട് തെറ്റിയാലും കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റെ ക്ലാസ് കാണാം. അപ്പോൾ ഒരു തവണ തെറ്റി ചെയ്താൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കേൾക്കുന്നതോട് കൂടി പഠിക്കുന്നു. അതാണ് നമ്മൾ ലക്ഷ്യം. അപ്പൊ ചോദ്യം നോക്കിയാൽ എന്താണ്, 1000 കിലോഗ്രാം മാസ് ഉള്ള ഒരു വാഹനം. അപ്പൊ 1000 കിലോഗ്രാം മാസ് ഉള്ള ഒരു വാഹനം 90 km/h. അവിടെയാണ് നിങ്ങളെ തെറ്റിക്കുക. നമ്മൾ പഠിച്ചതൊക്കെ എന്താണ്, മീറ്റർ/സെക്കൻഡ് ആണ്. പക്ഷെ ഇവിടെ തന്നെ എന്താണ്, km/h ആണ്. അപ്പൊ ഈ km/h നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ചിലപ്പോൾ നിങ്ങൾ മറക്കും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞത്. സഞ്ചരിക്കുന്നതാണ് 90 km/h വേഗത്തിൽ സഞ്ചരിക്കുന്നു. 5 സെക്കൻഡ് സമയത്തേക്ക് ബ്രേക്ക് പ്രയോഗിച്ചപ്പോൾ വാഹനം എന്ത് ചെയ്യുന്നു, നിശ്ചലമായി. എങ്കിൽ പ്രയോഗിച്ച ബലം എത്ര? ഒന്നുമില്ല. എന്താണ്, എ വെഹിക്കിൾ ഓഫ് മാസ് 1000 kg ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി 90 km/h. ഓർത്ത് വയ്ക്കുക. എന്താണ്, ദ വെഹിക്കിൾ കം ടു റെസ്റ്റ്. വെഹിക്കിൾ എന്ത് ചെയ്യുന്നു, റെസ്റ്റ് ചെയ്തപ്പോൾ വെൻ ബ്രേക്ക് ആർ അപ്ലൈഡ്, ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ആ ലോറി അല്ലെങ്കിൽ ആ വാഹനം അവിടെ നിന്നും വിചാരിക്കുക 5 സെക്കൻഡ് സമയത്ത് കാൽക്കുലേറ്റ് ദ ഫോഴ്സ് അപ്ലൈഡ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു പ്രാവശ്യം എഴുതണം. ഇപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു വാഹനം, ലോറിയോ ബസ് എന്തോ ആവട്ടെ, ആ ഒരു വാഹനം ഇപ്പൊ എത്ര വേഗതയിലാണ് പോകുന്നത്, 90 km/h. അതായത് അത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ആദ്യ പ്രവേഗമാണ്. അപ്പൊ ശ്രദ്ധിക്കണം, അത് ആദ്യ പ്രവേഗത്തെ നമ്മൾ u എന്ന ഷോണ്ടാണ് സൂചിപ്പിക്കുക. ഇനീഷ്യൽ വെലോസിറ്റിയെ നമ്മൾ u എന്നും ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗത്തെ v എന്നും സൂചിപ്പിക്കുന്നു. അപ്പൊ u എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര തന്നിട്ടുള്ളത്, 90 km/h. ഇതിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 90 × 5/18 കൊണ്ട് ഹരിക്കുക അല്ലെ. എന്താണ്, 90 × 5/18. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, നമുക്ക് വെട്ടിച്ചെറുത്താക്കാനുള്ളതൊക്കെ വെട്ടിക്കളയാം. എന്താണ്, 18ഉം അതേപോലെ തന്നെ 90 നിങ്ങൾക്ക് ഈസി ആയിട്ട് വെട്ടാൻ പറ്റും. 9 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പോൾ 18ൽ 9 2 പ്രാവശ്യം പോകും, 90ൽ 9 10 പ്രാവശ്യം പോകും. പിന്നെ അവിടെ എത്ര ഉള്ളൂ, ഇത് അത്ര ഉള്ളൂ. എത്രയാണ്, 10 × 5/2, അതായത് 50/2, 25 മീറ്റർ/സെക്കൻഡ്. ശ്രദ്ധിക്കണം അമ്പാനെ. എന്താണ് ശ്രദ്ധിക്കേണ്ടത്, നോക്കിക്കോളൂ. 90 km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റിയപ്പോൾ എത്ര കിട്ടി, 25 മീറ്റർ/സെക്കൻഡ് കിട്ടി. ഇങ്ങനെ നിർബന്ധമായിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ തെറ്റും. ഇനി അടുത്ത ഫൈനൽ വെലോസിറ്റി v എന്ന് പറഞ്ഞാൽ 0 മീറ്റർ/സെക്കൻഡ്. എന്താ കാരണം, ലോറി അല്ലെങ്കിൽ ആ ഒരു വാഹനം ബ്രേക്ക് കൊടുത്തപ്പോൾ അത് റെസ്റ്റ് ആവുന്നു. കണ്ടല്ലേ, ബ്രേക്ക് പ്രയോഗിച്ചപ്പോൾ വാഹനം നിശ്ചലമായി. അതാണ് അവസാനത്തെ വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി. പലപ്പോഴും കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓടുന്നു 10 km/h ഓടുന്നു, അവസാനം ഞാൻ റെസ്റ്റ് ആവുന്നു. അപ്പോൾ അവസാനം ഉണ്ടാകുന്നത് ഫൈനൽ വെലോസിറ്റി. അങ്ങനെ ഓർത്തേക്കുക. ഇപ്പൊ ഈ ഒരു വാഹനം പോകുന്നത് 90 km/h. അവസാനം അത് റെസ്റ്റ് ആവുന്നു, നിശ്ചലമാവുന്നു. അപ്പോൾ v എന്ന് പറഞ്ഞാൽ 0. അങ്ങനെ ടൈം എത്രയാണ് തന്നിട്ടുള്ളത്, t = നമുക്ക് 5 സെക്കൻഡ് തന്നിട്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എന്താ കണ്ടെത്തേണ്ടത്, ഫോഴ്സ് കണ്ടെത്തണം. അപ്പോൾ ഫോഴ്സ് കണ്ടെത്താൻ ഇക്വേഷൻ എന്താണ്, F=ma. ഇതാണ് നമ്മളെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ, F=ma. അപ്പൊ ഞാൻ പുതിയൊരു പേജ് എടുക്കാൻ നോക്കിക്കോളൂ. F=ma. അപ്പോൾ ഇവിടെ a എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ ഇല്ല. അപ്പൊ നമുക്ക് a കണ്ടെത്താം. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അപ്പൊ a കണ്ടെത്താൻ a = v−u/t. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ച ഇക്വേഷൻ. അപ്പോൾ v എന്ന് പറഞ്ഞാൽ 0 ആണ്, മൈനസ് u എന്ന് പറഞ്ഞാൽ 25 കിട്ടി, ബൈ
ടി എന്ന് പറഞ്ഞാൽ 5 ആയിരുന്നു. 0-25 കുറയ്ക്കുക -25 എന്ന് കിട്ടി. -25/5 5 25. അപ്പം എത്ര? -5 m/s². ഇതാ ഞാൻ അവിടെ സൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? F = ma. F = മാ. ഇതാണ് നമ്മൾ ഇക്വേഷൻ അല്ലേ. മാസ് എന്ന് പറഞ്ഞാൽ 1000 നമുക്ക് തന്നിട്ടുണ്ട്. പടച്ചോൻ അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 1000 ഇൻറ്റു എ എന്ന് പറഞ്ഞപ്പോൾ എത്ര കിട്ടി? -5 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ -5000 ന്യൂട്ടൺ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മൈനസ് കാണുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ചെറിയ സംഖ്യ ആണെന്ന് വിചാരിക്കരുത്. എന്താണ് ആ മൈനസ് എന്ന് പറഞ്ഞാൽ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ആ ഒരു വാഹനം സ്പീഡിൽ പോവാണ്, 90 km/h വേഗതയിൽ പോവാണ്. ബ്രേക്കിന് കൊടുത്തപ്പോൾ ആ വാഹനം നിൽക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് വരണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. അപ്പോൾ ഇതാണ്. ഇനി ചില കുട്ടികൾ വിചാരിക്കും, സാർ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒറ്റയടിക്ക് ഇങ്ങോട്ട് ചെയ്താൽ പോരെയെന്ന് ചോദിക്കും. എങ്ങനെ? F = mv-u/t. ഇതിൽ വെച്ച് ചെയ്താലും മതി. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളൂ. ഇതിലാകുമ്പോൾ ഡയറക്റ്റ് ചെയ്താൽ മതി. ചില കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായാലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്ത് സ്റ്റെപ്പായിട്ട് ചെയ്യാം. അപ്പോൾ F = ma. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ F = ma. ഈ ഒരു പ്രോബ്ലം പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് അതാ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇവിടെ സെറ്റാണ്. ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം കേട്ടോ. എന്താണ്? 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു അതിന്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 6 m/s നിന്നും 18 m/s ആയി മാറി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്ര എന്താണ്? 6 m/s എന്നാണ് ആദ്യ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. 18 m/s എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം v. ഇത് തിരിച്ചറിയാൻ പറ്റിയാൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ചോദ്യം? നോക്കിക്കൊള്ളുന്നതാണ്. എ വെലോസിറ്റി ഓഫ് ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം ചേഞ്ച് ഫ്രം 6 m/s to 18 m/s. അപ്പൊ ഇതാണ് u, ഇതാണ് v. അങ്ങനെ ടി എന്ന് പറഞ്ഞാൽ ഇതും കിട്ടി, മാസ് എന്ന് പറഞ്ഞാൽ ഇതും കിട്ടി. പ്രോബ്ലം ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ നോക്കാം, ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഞാൻ അവിടെ നിന്ന് എഴുതിയേക്കാം. മാസ് ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം. ഇനി u ഈസ് ഈക്വൽ ടു 6 m/s, v ഈസ് ഈക്വൽ ടു 18 m/s, t ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ അവിടെ എഴുതി വെച്ചു കേട്ടോ. ഇനി നോക്കുക, ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് കേട്ടാൽ ഓർത്തേക്ക് mv-u/t. ഇതാണ് നമ്മൾ ഇക്വേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ സാറേ ഇതല്ലേ ഇക്വേഷൻ, mv-mu/t ഇതല്ലേ ഇക്വേഷൻ ചോദിക്കും. അതന്നെയാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ആക്കി മാറ്റി, m/v-u/t എന്നാക്കി മാറ്റി. അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫോഴ്സ്? ഫോഴ്സ് എത്ര കണ്ടെത്തുക? ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഫോഴ്സ് എന്നാണ്. ഫോഴ്സിന് നേരനുപാതമാണ്. അപ്പോൾ ഈ കിട്ടുന്ന ആൻസറിന്റെ ആയിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. അങ്ങനെയെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ, ത്വരണം എന്ത് ചെയ്യണം? വസ്തുവിന്റെ ത്വരണം എത്ര, അത് കണ്ടെത്തണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഫോർ 6 സെക്കൻഡ്. ഒരു 6 സെക്കൻഡ് സമയത്തേക്ക് അതിന്റെ വെലോസിറ്റി എത്രയെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പം നമുക്ക് എന്ത് ഓരോന്ന് ചെയ്തു നോക്കാം. നമുക്ക് ആദ്യത്തെ ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മലയാളം മീഡിയക്കാരോടത്തേക്ക് എന്താണ്? മൊമെന്റ് വ്യത്യാസത്തിന്റെ നിരക്ക് എത്ര? mv-u/t. ഈ ഇക്വേഷൻ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ അവിടെ എഴുതിയൊക്കെയാണ്. എന്താണ് നമ്മൾ ഇക്വേഷൻ എന്താണ്? കളറൊന്ന് മാറ്റി പിടിക്കാം. mv-u/t. അങ്ങനെയെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയിട്ടുള്ളത്? 10 കിലോഗ്രാം ബൈ v എന്ന് പറഞ്ഞാൽ v എത്രയായിരുന്നു? v എന്ന് പറഞ്ഞാൽ 18, സിമ്പിൾ ആണ്. u എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 6, സിമ്പിൾ ആണ്. ബൈ t എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 4, സിമ്പിൾ ആണ്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? 10 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് നോക്കുക. 18 6 പോന്നാൽ എത്ര? 12 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ 12/4 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും ഇവിടെ? ഈ 4ഉം 12 നമുക്ക് സിമ്പിൾ ആയിട്ട് വെട്ടിക്കളയാം. 4 പ്രാവശ്യം, 12 3 പ്രാവശ്യം. അങ്ങനെയെങ്കിൽ നമ്മൾ ആൻസർ എത്ര കിട്ടി? 3 ഇൻറ്റു 10 ആണല്ലേ? ഈ 10 ഇൻറ്റു 3 30 എന്ന് കിട്ടി. നമുക്ക് എത്ര കിട്ടി? 30 ന്യൂട്ടൺ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് കാണാൻ പറഞ്ഞ നമ്മൾ ഇക്വേഷൻ എന്താണ്? mv-u/t. നിങ്ങൾക്ക് വേണമെങ്കിൽ mv-mu/t ഇത് വെച്ച് ചെയ്യാം.
പക്ഷെ അതിനേക്കാൾ ഒന്നുകൂടി സിമ്പിൾ ആണിത്. മാസിനെ പുറത്തേക്ക് എടുത്തത് അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ സംഖ്യകളൊക്കെ അപ്ലൈ ചെയ്ത് 30 ന്യൂട്ടൺ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ്? അപ്പൊ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ്? ഫോഴ്സ് ആണ്, ഫലമാണ്. അപ്പൊ ഇവിടെ പ്രയോഗിച്ച ബലം എത്ര? ഈ കിട്ടിയ അളവന്നെ ആയിരിക്കും ഇവിടുത്തെ ബലം. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വേണ്ട, ആൻസർ ഡയറക്റ്റ് ആയിട്ട് എഴുതുക 30 ന്യൂട്ടൺ. അത്രേ ഉള്ളൂ. സിമ്പിൾ 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 അല്ലേ? അത്ര. അങ്ങനെയെങ്കിൽ അടുത്ത സി ചോദ്യം എന്താണ്? നമുക്ക് ചോദ്യം വായിച്ചു നോക്കി. എന്താണ്? കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഈക്വൽ ടു എം എ, ഇതാണ് നമ്മുടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഇക്വേഷൻ. ഇതിൽ ഏതാ നമ്മൾ കണ്ടെത്തേണ്ടത്? ആക്സലറേഷൻ കണ്ടെത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ മാസിനെ താഴത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരുന്നു? ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാണ് എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം. എ ഈസ് ഈക്വൽ എന്നാണ് എഫ് ബൈ എം. ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം. എന്താണ് നമ്മൾ ഇക്വേഷൻ എന്താണ്? ഇതാ നോക്കിക്ക്, ഞാൻ കളർ മാറ്റി പിടിക്കട്ടെ. എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം. ഈ എം നേരെ താഴത്തേക്ക് വരും, അത്രേ ഉള്ളൂ. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ 30 ന്യൂട്ടൺ ബൈ എം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 10 അല്ലെ? മാസ് എത്ര? 10 അല്ലേ തന്നിട്ടുള്ളത്? 10. അപ്പൊ സിമ്പിൾ ആണ്. ഈ സീറോ വെട്ടിക്കളയാ. അപ്പൊ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതും കണ്ടു. ഇനി അങ്ങനെയൊക്കെ ഡി ക്വസ്റ്റ്യൻ എന്താണ്? what will be its velocity if this force is applied for 6 seconds? ഒരു 6 സെക്കൻഡ് സമയത്തേക്ക് ഈ ബലം പ്രയോഗിച്ച വസ്തുവിന്റെ പ്രവേഗം എത്ര? അപ്പോൾ 6 സെക്കൻഡിന് ശേഷം അതിന്റെ വെലോസിറ്റി എത്രയെന്നുള്ള കണ്ടെത്തണം. അപ്പോൾ ഫൈനൽ വെലോസിറ്റി വി ആണ് കാണേണ്ടത്. അതാണ് നമ്മുടെ ഡി ക്വസ്റ്റ്യൻ. ഫൈനൽ വെലോസിറ്റി വി കാണാൻ പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ യു പ്ലസ് എ ടി. യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം എത്രമായിരുന്നു? ആദ്യ പ്രവേഗം ഇവിടെ തന്നിട്ടുണ്ട് എത്ര? 6. അപ്പോൾ 6 എന്ന് കൊടുത്തു പ്ലസ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി എത്രയാണ്? 3 എന്ന് കൊടുത്തു ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 6 സെക്കൻഡ് എന്ന്. 6 സെക്കൻഡ്, അപ്പോൾ 6 എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ 6 പ്ലസ് 3 18. 18ഉം 6ഉം എത്ര? 20. 24 എന്ന് കിട്ടി. അപ്പോൾ 24 മീറ്റർ പെർ സെക്കൻഡ്. മക്കളെ, അപ്പൊ ഇതേപോലത്തെ ഒരു ചോദ്യം, വലിയ ചോദ്യങ്ങൾ വന്നാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, ക്വസ്റ്റ്യൻ വായിക്കുക, തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക, ഓരോന്നിനും വേണ്ടി ഇക്വേഷൻ ഏതാണെന്നുള്ള പഠിച്ചു വെക്കണം. ആ ഇക്വേഷനിൽ സംഖ്യകൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വീണ്ടും തരും. അപ്പോൾ നിങ്ങൾ എഫ് ഈക്വൽ ടു എം എന്ന് വെച്ചും ചെയ്യാൻ നിൽക്കണ്ട, അത് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ പ്രോബ്ലം സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ബേസ് ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് പ്രോബ്ലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മൂന്നാമത്തെ ഒരു ചോദ്യം ശരിക്കും വായിച്ചു നോക്കി. എന്താണ്? 7 കിലോഗ്രാം മാസുള്ള ഒരു ഷോട്ട് നിരപ്പായ ഒരു മൈതാനത്തിൽ കൂടി 2 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ ഉരുട്ടി വിട്ടപ്പോൾ 5 സെക്കൻഡോട് നിശ്ചലമായി. വലിയൊരു ഷോർട്ട് പുട്ടാണ് വിചാരിക്കുക. അത് ഉരുണ്ടിങ്ങനെ പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് റെസ്റ്റായി. അപ്പോൾ ആദ്യം ഉള്ളത് ഇനീഷ്യൽ വെലോസിറ്റി, അവസാന റെസ്റ്റാണ് ഫൈനൽ വെലോസിറ്റി. അങ്ങനെ തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ നോക്കുക, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയാണ് ഈ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. നമ്മളെ ചോദ്യം ശരിക്കും വായിക്കുന്നതാണ്. എ ഷോട്ട് ഓഫ് മാസ് 7 കിലോഗ്രാം ഈസ് റോൾഡ് ഓൺ എ ലെവൽ ഗ്രൗണ്ട് വിത്ത് വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഇനീഷ്യൽ വെലോസിറ്റി. കം ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 എന്നർത്ഥം. അങ്ങനെയെങ്കിൽ വിച്ച് ഫോഴ്സ് ബ്രോട്ട് ടു റെസ്റ്റ്? ഒരു ബോൾ ഇപ്പോൾ നമ്മൾ നിലത്തോട് ഉരുണ്ടു പോകുന്നു വിചാരിക്കുക, കുറച്ച് സമയം കഴിഞ്ഞ് റെസ്റ്റ് ആണ്. എന്താ കാരണം? അപ്പോൾ ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്. ഈ ഷോട്ടിനെ നിശ്ചലമാക്കിയ ബലം ഏതാണ്? ഘർഷണ ബലം അല്ലെ? ഏതായിരിക്കും? ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കണ്ടെത്തണം. ആ ഫോഴ്സിന്റെ അളവ് നമ്മൾ കണ്ടെത്തണം. നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. മാസ് 7 കിലോഗ്രാം. ഞാൻ ഒരു പുതിയ പേജിൽ എഴുതാം. മാസ് എന്ന് പറഞ്ഞാൽ 7 കിലോഗ്രാം. യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. വി എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആവുന്നു, അപ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്. ഇത്രയും കാര്യം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ആണ്. എഫ് ഈക്വൽ ടു എം എ വി മൈനസ് യു ബൈ ടി. ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വി മൈനസ് യു ബൈ ടി ഒറ്റയ്ക്ക് ചെയ്യാൻ, എന്നിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം, നിങ്ങളെ കൺഫ്യൂഷൻ മാറിക്കോളും. മാസ് എന്ന് പറഞ്ഞാൽ 7 കിലോഗ്രാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. വി എന്ന് പറഞ്ഞാൽ 0 മൈനസ് യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 അല്ലേ? ബൈ ടി എത്ര? 5 എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ 7 ഇൻറ്റു
0 മൈനസ് 2 ആണ് -2 -2/5. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 14 -14/5. 14 നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. എത്ര കിട്ടി? 2 10. അപ്പോൾ 2 10 എന്ന് കിട്ടി. ബാക്കി 4 പോലെ ഒരു പോയിന്റ് 0 40 8 40. അപ്പോൾ -2.8 ന്യൂട്ടൺ കിട്ടി. ഇത്രേ ഉള്ളൂ മക്കളെ. അപ്പോൾ ഇതേപോലത്തെ ഈ പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്യാൻ പറ്റണം. അപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഇക്വേഷൻ പഠിച്ചേക്കണം. F = ma അല്ലെങ്കിൽ F = എന്താണ്? mv - mu/t. ഇത് വെച്ചിട്ടുള്ള 3 പ്രോബ്ലങ്ങളാണ് നമ്മൾ ചെയ്ത് പഠിച്ചത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്ത് പഠിക്കണം. അല്ലാതെ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ടിരുന്നാൽ ഒരു രസം കിട്ടൂല. പരീക്ഷയ്ക്ക് നിങ്ങൾ തെറ്റിക്കുക. അപ്പോൾ ഇത് ഒരു തവണ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനി ഇതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മളെ സൈലത്തിന് നിഞ്ച ബാച്ച് ഉണ്ട്. ആ കുട്ടികളൊക്കെ ഇത് വൃത്തിയായിട്ട് ചെയ്യും. കാരണം അവർ ക്ലാസ് കേട്ട് പഠിച്ചു. ഇനി ട്യൂഷനൊന്നും പോവാതെ ഓൺലൈൻ ക്ലാസ് മാത്രം അല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ് മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത്. ഞങ്ങളെ മക്കളൊക്കെ എപ്പോഴോ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. വരാനിരിക്കുന്ന പരീക്ഷയൊക്കെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ? അപ്പോൾ ഓക്കേടാ, ബൈ.